ദിവസവും ടോയ്ലറ്റിൽ പോയാൽ എത്ര സമയം ടോയ്ലറ്റിൽ ഇരിക്കാം? ചിലര് ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ് ഓടുന്ന കാണാം. എന്നാൽ ചിലരാണെങ്കിലോ മൊബൈൽ ഫോണോ പത്രമൊക്കെ എടുത്തിട്ടായിരിക്കും ടോയ്ലറ്റിൽ പോകുന്നത്. അരമണിക്കൂറോ 1 മണിക്കൂർ വരെ ടോയ്ലറ്റിൽ ചിലവഴിക്കുന്നവരുണ്ട്. എന്നാൽ ടോയ്ലറ്റിൽ ഇങ്ങനെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇത് മുൻപ് പലപ്പോഴും പല ഡോക്ടർമാരും പറഞ്ഞ് നിങ്ങൾക്കറിയാമായിരിക്കും. എങ്ങനെയാ പ്രശ്നം എന്ന് പറഞ്ഞുതരാം. ടോയ്ലറ്റിൽ പോയി നിങ്ങൾ കണ്ടിന്യൂസ് ഇരുന്ന് തുടർച്ചയായിട്ട് താഴേക്ക് പ്രഷർ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മലദ്വാരത്തിന് ഒരുപാട് പ്രഷറാണ് വരുന്നത്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്നറിയോ? മലദ്വാരത്തിൽ ചെറിയ വിണ്ടുകീറൽ ഉണ്ടാകുന്നതിനും പൈൽസ് മൂലക്കുരു പോലുള്ള രോഗങ്ങൾ വരുന്നതിനും കാരണമാകും. നിങ്ങൾക്ക് കോൺസ്റ്റിപ്പേഷൻ കൃത്യമായി മോഷൻ പോകാത്ത ഒരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ആ ഒരു കോൺസ്റ്റിപ്പേഷൻ പ്രശ്നം മാറുന്നതിനും എല്ലാ ദിവസവും ഒരേ സമയത്ത് ടോയ്ലറ്റിൽ പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ സമയമാകുന്ന സമയത്ത് എല്ലാ ദിവസവും നിങ്ങൾക്ക് മലശോധനയുടെ ടെൻഡൻസി വരികയും ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ കക്കൂസിലിരിക്കാവുന്ന പരമാവധി സമയം 5 മിനിറ്റ് മാത്രമാണ്. മാത്രമല്ല മൊബൈൽ ഫോണും പത്രമൊന്നും എടുത്തുകൊണ്ട് ടോയ്ലറ്റിൽ പോയി ഇരിക്കാതിരിക്കുക. 5 മിനിറ്റ് ഇരുന്നാൽ എനിക്ക് പൂർണ്ണമായും പോയില്ല എന്ന് തോന്നും, വീണ്ടും പോകണമെന്നൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ഇരിക്കുന്നത് എന്ന് പറയുന്നവർ മനസ്സിലാക്കുക. രണ്ടാമത് ഒന്നുകൂടെ പോകണമെന്ന് തോന്നിയാൽ പോയിക്കോളൂ, സാരമില്ല. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ആദ്യം നിങ്ങളൊരു 2 ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് നോക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റിനകത്ത് ടോയ്ലറ്റിൽ പോകണ ഒരു ടെൻഡൻസി വരും. അപ്പോൾ നിങ്ങൾ ടോയ്ലറ്റിലേക്ക് പോവുക. പരമാവധി 5 മിനിറ്റ് കൊണ്ട് മാക്സിമം പോയി കഴിയും. ഇങ്ങനെ ചെയ്ത് ശീലിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ ടോയ്ലറ്റ് പോകാനുള്ള സമയനഷ്ടം ഒഴിവാക്കാം. പൈൽസ്, ഫിഷർ പോലുള്ള രോഗങ്ങളുടെ ഒരു ബുദ്ധിമുട്ടും വരാൻ പോകുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇത് ടോയ്ലറ്റിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്തോളൂ.